ചൂടും തമ്മിൽ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എല്ലാം കാലാവസ്ഥയായിട്ട് കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നല്ല ചൂടാണ്. ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഇറിറ്റേഷൻ വരാനും ദേഷ്യം വരാനും ഒക്കെ കാരണമാവും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ കൂടാനും ഒക്കെ ഈ ഒരു ക്ലൈമറ്റ് കാരണമാവാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള കുറച്ച് ബ്രീത്തിങ് ടെക്നിക്സ് നോക്കിയാലോ? ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ആൾട്ടർനേറ്റ് നോസ്ട്രൽ ടെക്നിക്. അതായത് നമ്മുടെ ലെഫ്റ്റ് നോസിലൂടെ നന്നായിട്ട് ഇൻഹേൽ ചെയ്ത് റൈറ്റ് നോസിലൂടെ എക്സ്ഹേൽ ചെയ്യുന്നതിനെയാണ് ഒരു ടെക്നിക്. മറ്റൊരു ബ്രീത്തിങ് എക്സസൈസ് ആണ് 4-7-8 ടെക്നിക്. അതായത് 1 to 4 വരെ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ മൂക്കിലൂടെ ഇൻഹേൽ ചെയ്യുക. അതുപോലെ 1 to 7 വരെ എണ്ണുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് മാക്സിമം ഹോൾഡ് ചെയ്ത് വെക്കുക. ദെൻ 1 to 8 വരെ എണ്ണുമ്പോൾ പതുക്കെ നമ്മൾ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. അതുപോലെ പെട്ടെന്ന് മൂഡ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് 5-4-3-2-1 ഗ്രൗണ്ടിങ് ടെക്നിക്. ഇതെങ്കിലും 5 ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, 4 ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാം, 3 ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ട് എക്സ്പീരിയൻസ് ചെയ്യാം, 2 ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്മെൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാം, 1 ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ടേസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു പരിധിവരെ ഈ ഒരു റിലാക്സേഷൻ എക്സസൈസിലൂടെ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു എക്സ്പേർട്ടിനെ കണ്ടേ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ഏതാകട്ടെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിനനുസരിച്ചുള്ള എക്സ്പേർട്സിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൈൻഡ് മിത്രയിൽ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കൺസൾട്ടേഷന് വേണ്ടി www.mymindmitra.com.